സ്പോട്ട് ലൈവ് തുടരുന്നു. കോട്ടയം വൈക്കത്ത് സ്പീഡ് ബോട്ട് ഉടമയെ മറ്റൊരു സ്പീഡ് ബോട്ടിന്റെ ഉടമയും സംഘങ്ങളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വൈക്കം വെച്ചൂർ സ്വദേശി അരവിന്ദനാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. മർദ്ദനത്തിൽ അരവിന്ദിന്റെ വാരിയിൽ പൊട്ടുകയും 4 പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ വൈക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രമേശ് സ്പീഡ് ബോട്ടുകാർ മദ്യപിച്ചുകൊണ്ട് എൻ്റെ ബോട്ടിൽ ഇടിപ്പിക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. രാവിലെ ഞാനത് വലിയ കാര്യമാക്കില്ല. വീണ്ടും ബോട്ട് ട്രിപ്പിൽ വന്ന് കിടക്കുന്ന സമയത്ത് എൻ്റെ പുറത്ത് ആൾക്കാർ അവരുടെ കേരളത്തിൽ വന്നു. പക്ഷേ അവരാദ്യം ടൂറിസ്റ്റുകളായിട്ടാണ് വഴക്കുണ്ടാക്കി. ആളറിയാൻ പാടില്ല. അത് കഴിഞ്ഞപ്പോൾ അത് രമേശൻ പറയും ഇന്ന ആളാണ്, ഞാൻ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞ് അവരാൻ കെട്ടുപറ്റി വരികയും എന്നെ ആക്രമിക്കുകയും ചെയ്തു. വെള്ളത്തിൽ മുക്കി പിടിക്കുകയും എൻ്റെ 4 പല്ലി അടിച്ച് നട്ടലിന് അരിക്കുന്നുണ്ട്. ഇപ്പം മെഡിക്കലിലേക്ക് പോകുന്നത് തീരെ വയ്യ. ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, 2 ബോട്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു ആക്രമണം, ഇതിന്റെ കാരണം എന്താണ്? ഇങ്ങനൊരു ബോട്ട് ഉടമയെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? ഇവർ തമ്മിൽ നേരത്തെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഘർഷം ഉണ്ടാകുന്ന അന്ന് ഉച്ചയ്ക്ക് മുൻപ് അതായത് ഈ അരവിന്ദിനെ മർദ്ദിച്ചത് ഈ തണ്ണീർമുക്കം സ്വദേശിയായ രമേശനും സംഘവും ചേർന്നാണ് എന്നാണ് പറയുന്നത്. അന്ന് രാവിലെ തന്നെ ഈ സംഘർഷം ഉണ്ടാകുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നലെ. അതിനു മുൻപ് തന്നെ രാവിലെ രമേശൻ സ്പീഡ് ബോട്ട് കൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ അരവിന്ദന്റെ ബോട്ടിൽ വന്ന് ഇടിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. ഇതിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് സംഘം ചേർന്ന് ഈ രമേശൻ മറ്റേ ഏതാണ്ട് 8ഓളം പേരടങ്ങുന്ന സംഘം ചേർന്ന് വന്ന് അക്രമം നടത്തിയത് എന്നുള്ളതാണ്. നേരത്തെയും ഇതിന് സമാനമായ രീതിയിൽ മുഹമ്മദ് പോലീസ് സ്റ്റേഷനിൽ കേസുകൾ ഉണ്ട് എന്നും പറയുന്നു. അതായത് തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷം, ഈ ബോട്ട് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഘർഷമാണ്. ഇതിൽ രമേശന്റെ പേരിൽ മുഹമ്മദ് പോലീസിൽ കേസുണ്ട്. ഇതിന്റെ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അക്രമം നടത്തിയെന്നാണ്. ഇത് 2 ഘട്ടമായി അക്രമം നടത്തിയെന്ന് പറയുന്നുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്ന ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക്, അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിയും സംഘം ചേർന്ന് വീടിനടുത്ത് വെച്ച് രമേശനെ ആക്രമിച്ചതായി പറയുന്നുണ്ട്. എന്തായാലും പല്ലടക്കം പോയിട്ടുണ്ട് അരവിന്ദന്റെ. അദ്ദേഹം പ്രാഥമികമായി ചികിത്സ വൈക്കത്തെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തുടരുകയാണ്. എന്തായാലും 2 സംഘങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം അത് പിന്നീട് കരുതിക്കൂട്ടിയുള്ള ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. എന്തായാലും വൈക്കം പോലീസാണ് ഇതിലെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർ അന്വേഷണം തുടരുകയാണ്. നിലവില് ഈ പ്രതികളെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ മർദ്ദനത്തിനിരയായ അരവിന്ദൻ മൊഴി നൽകിയിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ശ്രീജിത്ത് കേസെടുത്തിരിക്കുന്നത്, ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? ഇവരെ കണ്ടെത്താൻ ഉള്ള പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുവരെയും ആരുടെയെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരമില്ല. പ്രത്യേകിച്ച് തണ്ണീർമുക്കം ഉൾപ്പെടെയുള്ള മേഖലകൾ, അതായത് വൈക്കം, തണ്ണീർമുക്കം സ്വാഭാവികമായിട്ടും ആലപ്പുഴ ജില്ലയിൽ വരുന്നതാണ്. മുഹമ്മ പോലീസ് സ്റ്റേഷൻ പരിധിയൊക്കെയാണ്. അപ്പോൾ നേരത്തെ തന്നെ കേസിൽ ഒക്കെ ഉള്ള ആളുകൂടിയാണ് രമേശൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക എളുപ്പമാണ്. എന്തായാലും ശാരീരികമായ അക്രമം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ദൃക്സാക്ഷികളുടെ മൊഴിയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. വിനോദസഞ്ചാരികളടക്കം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേവലം ഏകപക്ഷീയമായ അക്രമമാണോ അതോ അരവിന്ദന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ, അത്തരം അക്രമം ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ക്രൂരമായ അക്രമത്തിന് ഇരയാകുകയായിരുന്നു അരവിന്ദൻ എന്ന അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ തന്നെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതാണ്. എന്തായാലും വൈക്കം പോലീസ് ഈ അരവിന്ദനെ ആക്രമിച്ച കേസിൽ അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം വൈക്കത്താണ് സ്പീഡ് ബോട്ട് ഉടമയെ മറ്റൊരു സ്പീഡ് ബോട്ടിന്റെ ഉടമയും സംഘങ്ങളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. വൈക്കം വെച്ചൂർ സ്വദേശി അരവിന്ദനാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. ഇദ്ദേഹത്തിന്റെ അരവിന്ദന്റെ വാരിയലിന് പരിക്കുണ്ട്, പല്ലിന് പരിക്കുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമായെന്ന് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.